ഇപ്പോൾ ഈ വിരുന്നിന്റെ വല്ല ആവശ്യവും ഉണ്ടാവും. ഇതെല്ലാ വർഷവും പതിവുള്ളതല്ലേ, കൊഴുത്തുത്സവമല്ലേ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കണ എടുത്ത കാര്യം. എന്നാലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിന്റെ അപ്പന്റെ ദേശത്ത് നിന്ന് നിന്റെ ചാർച്ചക്കാരെ ആരെങ്കിലും വിളിച്ചോ? എന്റെ കാര്യം പോട്ടെ, ഞാൻ വലിഞ്ഞു കയറി വന്നു. അതുപോലെയാണോ നിന്റെ അപ്പൻ? ഇതെല്ലാ ദേശത്തും പതിവുള്ളതല്ലേ. അവന്റെ ഒരു നോട്ടം കണ്ടില്ലേ, ചീമ്പ്ര കണ്ണൻ. അവന്റെ തലയിലാണ് അവന്റെ വിചാരം. പെണ്ണിന്റെ പുറകെ നിന്ന് മാറാൻ നേരെയില്ല. ഇവനെ ഈ അകത്തിട്ട് കളിപ്പിക്കുന്നത് അത്ര ശരിയല്ല. അമ്മയ സൂക്ഷിച്ചോ, ചീത്തപ്പേരുണ്ടാക്കരുത്. ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. ഞാനൊന്നും പറയണില്ലേ. അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോ അറിയില്ല. ഉടനെ കഴിയണം. ഞാൻ എന്തെങ്കിലും പോയി കഴിച്ചിട്ട് വരാം. എന്റെ അപ്പോവേ, ഈ തിന്നുന്നതൊക്കെ എത്ര പെട്ടെന്നാ ദഹിക്കുന്നത്. എടി പെണ്ണെ, കുടിക്കാൻ എന്തെങ്കിലും കട്ടിയിൽ താ. വീഞ്ഞ് മതി. അയ്യോ, നിന്റെ വിരുന്ന് ഗംഭീരം തന്നെ. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ വിരുന്ന് കലക്കാം. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ മായാവലയത്തിലാണ്. എന്നെ ആർക്കും കാണാൻ കഴിയില്ല. കാരണം ഞാൻ അന്ധകാരത്തിന്റെ പ്രഭുവാണ്. ഈ ലോകവും സകല ജീവജാലങ്ങളും യഹോവ സൃഷ്ടിച്ചതാണ്. എന്നാൽ ഇന്ന് ഈ ഭൂമിയുടെ അധിപൻ ഞാനാണ്. ഞാൻ എങ്ങനെ സാധിച്ചു? യഹോവയുടെ സകല സൃഷ്ടികളിലും ഞാൻ വിഷം നിറച്ചു. സകല മനുഷ്യരെയും പാപം ചെയ്യിച്ച് ഞാൻ എന്റെ പക്ഷത്താക്കി. അവയിലൂടെ ഞാൻ പാപം തുടങ്ങി വെച്ചു. എന്റെ ഭരണമാണ് ഇപ്പോൾ ഇവിടെ നടമാടുന്നത്. സകല മനുഷ്യരെയും പാപം ചെയ്യിച്ച് ഇപ്പോൾ എന്റെ കിങ്കരന്മാർ അവരുടെ സമീപത്തുണ്ട്. ഒടുവിൽ ഞാൻ യഹോവയുടെ സ്വർഗരാജ്യം പിടിച്ചടക്കും. മാലാഖമാർ എന്റെ ചുറ്റും നിന്ന് നൃത്തം ചെയ്യും. ഞാൻ ചെയ്യിക്കും. അവർ എന്റെ ചർച്ചകളിൽ രക്തം നിറച്ച് എന്റെ ചുണ്ടോടടുപ്പിക്കും. ഇവൻ മാത്രം വഴങ്ങുന്നില്ല. ഇവനെ ഞാൻ വഴിതെറ്റിക്കും. ഭക്ഷണം തികയില്ലെന്ന് എനിക്ക് തോന്നുന്നു. തീരെ തീർത്തു കഴിഞ്ഞു. ആ വടക്കു വശത്തെ ശാലയുള്ളവർ കഴിച്ചു കഴിഞ്ഞു. ഗിബെയ, ആ ബെന്യാമിനെ വിളിക്കൂ. ബെന്യാം ദാസന്മാർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ദാസന്മാർക്ക് പിന്നെ കൊടുത്താൽ പോലെ. പാടില്ല. എല്ലാവരെയും നാം ഒരുപോലെ കാണണം. ആ ബെന്യാമിനെ വിളിക്കൂ. ബെന്യാം, ഓ ബെന്യാം, ബാബ വിളിക്കുന്നു. ബെന്യാം, ഭക്ഷണം തികയില്ലെന്നാ തോന്നുന്നത്.
യഹോവേ. അതാണ് കാര്യം. ബാബ വിഷമിക്കണ്ട. എത്ര പേര് വന്നാലും കഴിക്കാനുള്ള ഭക്ഷണം കരുതിയിട്ടുണ്ട്. അതാ നോക്ക്, ആ കാളവണ്ടികളിൽ കൊണ്ടുവരുന്ന കണ്ടില്ലേ, നല്ല മേൽത്തരം വീഞ്ഞും കരുതിയിട്ടുണ്ട്. എന്റെ ബെന്യാ, നീ എന്റെ മാനിൽ കാത്തു. നന്ദി പറയണം നിന്നോട്. യഹോവയോട് നന്ദി പറയൂ ബാബ. യഹോവ, നീ എനിക്കൊന്നിനും മുട്ടുവരുത്തിയിട്ടില്ല. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. ബാബ, എന്തോ പന്തികളുണ്ട്. സാത്താൻ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. നീ ഇത്ര ഭീരുവാണ്. യഹോവ നമ്മളോടൊപ്പം ഉള്ളപ്പോൾ സാത്താൻ ഈ ഭവനത്തിൽ കയറാൻ ധൈര്യം വരുമോ? ബാബ, സാത്താൻ കാലുകുത്തിയാൽ അവിടെ മരണം നിശ്ചയമാണെന്നാണ് പ്രമാണം. എന്തോ ആപത്തുണ്ട് ബാബ. ബാബ സൂക്ഷിക്കണം. ആവത്ത് മണ്ണാൻ കട്ട. ചെല്ലേ. അവന്റെ ഒരു കാര്യം. ഇങ്ങനെ ഒരു പേടിത്തണ്ട്. നിങ്ങൾ ആഹാരമൊക്കെ കഴിച്ച കുട്ടികളെ? കഴിച്ചു തൃപ്തിയായി. ഇവർ രാജസന്നിധിയിൽ നൃത്തം ചെയ്ത് സമ്മാനങ്ങൾ വാങ്ങിയിട്ടുള്ളവരാ. ഓഹോ, എന്നാൽ ഇനി നിങ്ങളുടെ നൃത്തമാകട്ടെ. പിന്നെ പാടിക്കൊടുക്കൂ. Jerusalem, Ambarin Kalchai.